അതെ, കേരളത്തിൽ നിന്നൊക്കെ സ്ഥലങ്ങളൊക്കെ വിറ്റ് കർണാടകയിലോട്ടൊക്കെ വരാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? ഇപ്പം ഈ കർണാടകയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഏരിയ തിരഞ്ഞെടുക്കും, എങ്ങനെ ഇങ്ങോട്ട് വരും? ഇനിയിപ്പോൾ ഇവിടെ വന്നാൽ തന്നെ കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലങ്ങൾ, അതിന് പറ്റിയ ഏരിയ എവിടെയാണ്? ഇനിയിപ്പോൾ ഇവിടെ വന്നാൽ തന്നെ കർണാടകക്കാർക്ക് നമ്മോടുള്ള ആ മനോഭാവം എന്തായിരിക്കും? അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാവരും മനസ്സിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സംശയമൊക്കെ മാറും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടകയിലാണുള്ളത്. കർണാടകയിൽ നമ്മൾ കാവേരി അങ്കിളിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ഇതാണ് നമ്മളെ കാവേരി അങ്കിൾ കേട്ടോ. കാവേരി അങ്കിളിനെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലേ അങ്കിളെ? അപ്പോൾ നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അങ്കിളിനെ പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്താം. അങ്കിളിന്റെ പേരെന്ന് പറഞ്ഞിട്ട്. എന്റെ പേര് മത്തായി. കാവേരി എന്നാണ് എന്റെ വണ്ടിയുടെ എല്ലാ പേര്. അതുകൊണ്ടാണ് കാവേരി അങ്കിൾ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. എന്നെ ഇവിടെ അറിയപ്പെടുന്ന കാവേരി ചേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്കിൾ ഇപ്പൊ എത്ര വർഷമായി? 15 വർഷം, 18 വർഷം അത്രയായില്ലേ? 16, 17 വർഷമായിട്ട്. 2008 വന്നാ. അതെ. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് ഇത് കടമ്പെന്ന് പറയും. കടമ്പ്. ഇവിടെ ഓരോ വീട്ടുപേരില്ല സ്ഥലം അറിയപ്പെടുന്നത്. അതിന്റെ തൊട്ടപ്പുറം കാഞ്ചാല്. അത് കാഞ്ചാല് വായമ്മ എന്ന് പറഞ്ഞിട്ട് അത് കൊങ്ങണിക്കാരാ. അപ്പൊ അത് ഓരോ വീട്ടുപേരിലാണ് സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ കുറച്ച് ടൗണിലേക്ക് പോയ വ്യത്യാസമായി. ഇവിടെ എത്ര ഏക്കർ സ്ഥലം? കുറെ സ്ഥലമുണ്ടോ? കുറച്ച് സ്ഥലമുണ്ട്. എത്ര വർഷമായി? 17 വർഷം അല്ലേ? 2008 വന്നാ. ഞാൻ റബ്ബർ പാട്ടത്തിന് വേണ്ടിട്ട് വന്ന ഇവിടെ റബ്ബർ പാട്ടം എടുക്കാൻ വേണ്ടിട്ട് വാടക താമസിച്ചിരുന്നു. അല്ല, ഈ ആ ഇടയ്ക്കെല്ലാം കയറിയാലെല്ലാം രക്ഷപ്പെട്ടു പോയി. എല്ലാവർക്കും രക്ഷയായി പോയി. ജീവിക്കാൻ സുഖം. അരിക്ക് വില കുറവ്, പച്ചക്കറിക്ക് വില കുറവ്, ജീവിത രീതി കുറവാ. ഒന്നാമത് തന്നെ കാളയിറച്ചി ഒന്നും ഇവർ തിന്നില്ലല്ലോ. അവിടെ തന്നെ നല്ല പോത്ത് കാളയുടെ തന്നെ നല്ല പൈസ കിട്ടില്ല. പിന്നെ മൽപ്പ കടപ്പുറം ഇവിടെ അടുത്താ. ഇഷ്ടം പോലെ വില കുറച്ചിട്ട് മീൻ കിട്ടും ഇവിടെ, പച്ചമീനും. ഇതിപ്പോ പുതിയ കൃഷിയാ? ഇത് പുതിയ കൃഷി. പൈനാപ്പിൾ, റബ്ബർ വിട്ടു. അതെ, പൈനാപ്പിൾ. ഇതിന്റെ ഇടയ്ക്കോടെ കവുങ്ങുണ്ട്. കവുങ്ങ് പൈനാപ്പിള് കൃഷി ചെയ്യുന്നു. അപ്പൊ ഇത് കുറച്ച് റബ്ബറിന് വില കുറവായതുകൊണ്ടാണ് ഇത് ചെയ്തത്, റബ്ബർ കട്ടാക്കിയത്. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഇതൊക്കെ ഉണ്ടാവൂലേ? ഉണ്ട്. നമ്മളെ ടൗൺ ഏതായിരുന്നു? ടൗണ് ഗുജറാത്ത് ടൗണ്. ഗുജറാത്ത് ഹൈവേന്ന്, ചാരമ്പാടി ഹൈവേന്ന് നെടുങ്കൽ എന്ന് പറഞ്ഞാൽ നെടുങ്കൽ പഞ്ചായത്തിന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കയറണം. അല്ലെങ്കിൽ നേത്രാവതിക്ക് ധർമ്മസ്ഥലം പോകുന്ന റൂട്ടിൽ നിന്ന് ഗുജറാത്ത് 3 കിലോമീറ്റർ വരുമ്പോൾ ഇങ്ങോട്ട് ഡാമർ റോഡ് ടാർട്ട റോഡ് ഉണ്ട്. അടുത്ത അയൽവാസികളൊക്കെ എങ്ങനെയുണ്ട്? അല്ല, നല്ല മനുഷ്യരല്ലേ എല്ലാം? അടിപൊളി ആൾക്കാരാ എല്ലാരും നല്ല സഹകരണം. സംശയം എന്താ വെച്ചാല്, പിന്നെ എന്താ പറയാ, കേരളക്കാരോട് ഇങ്ങനെ എന്തേലും വിട്ടുവീഴ്ച ഇത് ചെയ്യോ? അങ്ങനെ എന്താ പറയാ, നല്ല അവര് നല്ല ഇത് നമ്മളങ്ങോട്ട് എങ്ങനെ അഭിനയിക്കുന്നു അത് അവരെ പറ്റിക്കാൻ നിന്നാലാകുമോ? അപ്പൊ അത് നമ്മൾ നല്ലൊരു കുടുംബം മുണക്കാ ജീവിക്കുന്നത്. അടുത്തുള്ളവരെല്ലാം എല്ലാരും അതല്ല അയൽവാസി. ഇതെല്ലാം തൊട്ട് താഴെ കണ്ടോ, കണ്ടത്തിന്റെ കരയെ കൂടെ ഇവരുടെ. ഒരു കാലത്ത് ഇത് മദ്രാസ് ഗവൺമെന്റ് കീഴിലായിരുന്നപ്പോ ഈ കണ്ടത്തിന് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളൂ, പട്ടയം കൊടുത്തുള്ളൂ. ഈ കരക്കൊന്നും പട്ടയം കൊടുത്തില്ല. പിന്നെ ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് കയറിയപ്പോഴാണ് എല്ലാ പട്ടയങ്ങളും കൊടുത്തത്. പട്ടയങ്ങളെല്ലാം ഈ വഴികളൊക്കെ എല്ലായിടത്തോട്ടും ഇതേപോലത്തെ വഴികൾ. ഇവിടെ അതിർത്തിറക്കോ മറ്റേ വഴിക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിലെ പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വഴി വെട്ടിക്കോളും. ഇവിടെ സ്ഥലത്തിന് വിലയില്ല. ഇപ്പോഴാ ഇച്ചിരി വില കൂടി, ഈ അടയ്ക്ക് വില കൂടിയോട്ടല്ലേ. ഇപ്പൊ സ്ഥലത്തിന് ഇച്ചിരി ഇതായി, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇനിയിപ്പോ കൃഷിയൊക്കെ ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി ഏതാ? ഇവിടെ സൗത്ത് കാൻഡ്രയിലെ അടയ്ക്കൊക്കെയാണ് വില. അടയ്ക്ക നല്ല വിലയാ. അത് കേരളത്തെക്കാളും ഒരു കിൻഡലിന്റെ മുകളിൽ 1000 രൂപ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ള് ഇത് വെച്ചത് കവുങ്ങ് വെച്ച്. ഇത് നമ്മള് ഗേറ്റ് അല്ല ഇത് പറഞ്ഞോ. ഇവിടെ ഹൈവേ, ചാരമ്പാടി ഹൈവേ വരുന്നോണ്ട് എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ച് കളയും. അപ്പൊ ഓട് കിട്ടുന്നുണ്ട്. ഓട് 2 രൂപ 50 പൈസ കൊടുത്താൽ 3 രൂപ താഴെ കൊടുത്താൽ ഓട് കിട്ടും. ഓട് ഓടിന്റെ തൂണത്. ഇത് കൊടി കയറ്റ എടമൂഞ്ചിന്ന് ഇവിടെ പറയും. എടമൂഞ്ചി കയറ്റാനുള്ള കാലായത്. ഇതിങ്ങനെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ മഴ കാരണം നിർത്തി വെച്ചതാ. ഇത് ഫുള്ള് റബ്ബർ അല്ലായിരുന്നു ഇതിനകത്ത്? ഇത് ഫുള്ള് റബ്ബർ. ഇതിന്റെ മുകളിലോട്ട് റബ്ബറാ, കണ്ടില്ലേ? അങ്ങോട്ട് റബ്ബറാ. ഇതിന്റെ ഇടയില് ഈ 10 അടി അകലം വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ ബെഡാക്കിയിട്ട് ബെഡിന്റെ മുകളിലാണ് പൈനാപ്പിൾ വെച്ചേക്കുന്നത്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്
ഇവിടെ വേറെ കൃഷികളുണ്ടോ? പൈനാപ്പിളാ? അല്ല, മറ്റേ കുരുമുളക് അങ്ങനെയുള്ള കൃഷികളും കാപ്പി അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടോ ഈ ഒരു ഏരിയയിൽ? ഇല്ല, കുറവാ. ഇത് കെട്ടം കയറിയാൽ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ കാപ്പി, ഏലം, കുരുമുളക് എല്ലാം ആയില്ലേ. ചുരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ആയില്ലേ. ഇത് കണ്ടില്ലേ? അല്ല, പിന്നെ ഇത് ഏത് ഇനം കവുങ്ങ വെക്കുന്നത്? ഇത് മോഹൻനാറുണ്ട്, ഇൻഡസ്ട്രിയൽ മംഗളുണ്ട്. നിങ്ങളേതാ വെച്ചത്? എല്ലാം കൂടി മിക്സ് ആക്കി? എല്ലാം മിക്സ് ആക്കിട്ടാ വെച്ചത്. എല്ലാം മിക്സ് ആക്കി വെക്കുന്നേ? അത് ഒന്നിന് കാ കുറഞ്ഞാല് ഒന്ന് അങ്ങോട്ട് വിട്ടു. ഈ വർഷം അതിൽ കാ കുറവാ. അങ്ങോട്ട് കടിച്ച് അങ്ങോട്ട് കുറച്ചങ്ങ് എടുത്തോ. കണ്ടോ, ഈ വർഷം കാ കുറവായിന്. കഴിഞ്ഞ വർഷം 5-7 കൊല ഉണ്ടായിരുന്നു. ഈ വർഷം കാ കുറവാ. ഇന്റർമംഗൾ. അത് പിന്നെ ഒരു വർഷം സൈറോൺ. ഒരു വർഷം കാ കുറഞ്ഞാല് ഇടയ്ക്ക് നിൽക്കുന്നതിന് കാ കൂടുതൽ കിട്ടും. അങ്ങനെ അതുകൊണ്ട് എല്ലാം മിസ്സായിട്ടാണ് വെച്ചത്. ഈ പൈനാപ്പിൾ നിങ്ങൾ തന്നെ വെച്ചതല്ലേ? അതെ അതെ. അത് വേറെ ഈ നമ്മൾ പാട്ടത്തിന് കൊടുക്കണ അങ്ങനെയൊന്നും അല്ലല്ലോ? അല്ല, പാട്ടത്തിന് കൊടുക്കുക നമ്മൾ വെച്ചാ. ഇത് തൈ എവിടുന്ന് കിട്ടി? തൈ ഇത് കൂത്താട്ടോളംകാര്, അല്ല പിറവങ്കാർ ഇവിടെ വലിയ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി തോട്ടം, ഒരു 10-50 ഏക്കറോളും. അപ്പൊ അവര് തന്നാ, ഫ്രീ ആയിട്ട് തന്നാ തൈ. പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇത് വെറുതെ ഇട്ടൊക്കെ ചെയ്താ. എനിക്ക് ഇതിന്റെ എല്ലാ കൃഷി അറിയാം, ഇതിനെപ്പറ്റി അറിയില്ല. പൈനാപ്പിളിനെ പറ്റി അറിയാം. അപ്പോൾ ചേട്ടാ ഇത് ഇടണ്ട, ചേട്ടന് 1 ലക്ഷം രൂപ കിട്ടിയാൽ 1-1.5 ലക്ഷം രൂപ ഇത്ര സ്ഥലത്ത് നിന്ന് കിട്ടും, ചേട്ടനെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ കൊല്ലം ഇതാ തൈ എനിക്ക് ആ പൈസ വേണ്ട, ചേട്ടൻ അങ്ങ് വെക്കാൻ പറഞ്ഞു. അവർ വെക്കുന്ന 1 ഏക്കറിൽ ഇത് 14,000 തൈ പോവും. 12 പോലെ 14,000 തൈ 1 ഏക്കറിൽ പോവും. അപ്പോൾ അവർ വെക്കുന്ന ഏക്കർ കണക്കിനാണ് വെക്കുന്നത്. ഇത് ആദ്യത്തെ വർഷം ഒരു തൈ, അത് ചക്കയായിട്ട് ഒടിച്ചു കഴിയുമ്പോൾ 3 കിലോ വരെ ഒരു ചക്ക വരും. 2.5 കിലോ 3 ഫസ്റ്റ് ചക്ക വരും. രണ്ടാമത് ഒടിച്ചു കഴിഞ്ഞിട്ട് 2 എണ്ണം നിർത്തും, 2 ചക്ക കിട്ടും. 3-ാമത്തെ വർഷം 2 എണ്ണം നിർത്തും. അകലം ഇച്ചിരി അടുത്തായി പോയെന്നാ അവര് പറയുന്നേ. അവര് 2 ലൈനേ വെക്കുള്ളൂ. അതിന്റെ ഇടയ്ക്കോടെ കയറി പോകാനുള്ള സൗകര്യം വേണം, കാട് പറിക്കാനും കയറി പോയി. ഇത് 3 ആയതുകൊണ്ട് അകലം നമുക്കറിയില്ല. ഇത് അകലം ഇത് 2 വെച്ച്. ഇത് കണ്ടോ, ഇതിന്റെ ഇടയ്ക്കോടെ കാട് അപ്പുറം ഇപ്പുറം കാട് പറിക്കാനും സൗകര്യമായി. ഫുള്ള് സ്പ്രിംഗ്ലർ ഇവിടെ ഫ്രീ അല്ലേ സ്പ്രിംഗ്ലർ. വമ്പയർ ഇട്ടേക്കെന്ന് വെച്ചാല് ഈ വെള്ളം കുത്തി വലിച്ചത് കവുങ്ങും തൈ, ഇതിന്റെ അടിയിലെല്ലാം കവുങ്ങും തൈ വെച്ചേക്കുമല്ലേ. ഈ മണ്ണ് ഈ ഇലയിൽ വരാതെ വെള്ളം കുത്തി വലിച്ച് പോകാതെ, പിന്നെ ഇതിന്റെ ഇല പഴുത്ത് ചാടിയിട്ട് നല്ല വളമായിരിക്കും. പറഞ്ഞോ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പൂവെല്ലാം കായൊക്കെ ഒരു പഴുക്കാൻ തുടങ്ങുമ്പോൾ പറിച്ച് അതിന്റെ ചോട്ടിൽ തന്നെ ഇട്ടിട്ട് പിന്നെ ഇടും വമ്പയർ. അപ്പോൾ കവുങ്ങും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഈ പൈനാപ്പിളുമായിട്ട്. ഇത് ജെസിക്ക് ഇത് കണ്ടില്ലേ, 2.5 അടി കുഴി എടുത്തിട്ട് അതിലാണ് കവുങ്ങ് വെച്ചേക്കുന്നത്, 10 അടി അകലത്തിൽ. കണ്ടോ? അതെ അതെ. എല്ലാത്തിനും സ്പ്രിംഗ്ലർ വെച്ചേക്കുക, ഫുള്ള് സ്പ്രിംഗ്ലർ. നനയ്ക്കാനൊക്കെ ഫുള്ള് ഫ്രീയാ. ഇവിടെ മോട്ടർ സ്റ്റാർട്ടാക്കി വെച്ചാൽ മതി. എല്ലാം സ്പ്രിംഗ്ലർ. യുദ്ധഭൂമിയിൽ അതൊരു പുതിയ ബടൺ പോലെ. ഇത് കുള്ളം കവുങ്ങാ. കുള്ളം കവുങ്ങ്. അത് 3 വർഷം ആകുമ്പോഴത്തേക്കും കായാവും. ഒരു നൂലിന്റെ അത്രയും പട്ട പോകുള്ളൂ. ആ പട്ടയെന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, പട്ടയുടെ അകലം ഒരു പാള പൊളിയുണ്ടാ. കണ്ടോ? അതെ അതെ അതെ. അത് പാക്കറ്റിൽ 2 വർഷം ഇരുന്നാ. റബ്ബർ കൊത്താൻ താമസിച്ചോണ്ടാ അങ്ങനെ. അടുത്ത വർഷം ചൊട്ട, കരറ്റ് ചൊട്ട. ഇപ്പൊ വെച്ചിട്ട് 1 മാസം കഴിച്ചിട്ടുള്ളൂ, കൂമ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് എങ്ങനെ ലൈനായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു, ഒരു ലൈന്. അത് ഷോയ്ക്ക് വേണ്ടിട്ട് വെച്ച് കൊടുത്താ. കാലാവസ്ഥ നല്ല ഇതല്ലേ, റബ്ബറിന് പറ്റിയതാ, കവുങ്ങിന് പറ്റിയ. ഇപ്പൊ ഈ സൗത്ത് ആൻഡ്രയിലെ അടയ്ക്കല്ലേ നല്ല വിലയല്ലേ, 1000 രൂപയ്ക്കുള്ള ഒരു കിൻഡലിന്റെ മുകളിൽ വില. നല്ല സ്മെല്ല്, പോളിഷ്, മുഴുപ്പ്, തൂക്കം. അതല്ലേ ഫുള്ള് കവുങ്ങല്ലേ. ഇപ്പൊ റബ്ബർ എത്ര ലക്ഷങ്ങളാ മുറിച്ച് കളയുന്നറിയോ. റബ്ബർ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും കവുങ്ങാ വെക്കുന്നത് ഇപ്പൊ. ഇത് തളിപ്പറമ്പ് കരിമ്പമ്പാമിന്ന് കൊണ്ടുവന്ന ടിഷ്യൂ കൾച്ചറാ. വാഴ. ഇത് റോബസ്റ്റന്റെ ആണ്. ഒരു 70 ഈ അടുത്ത ദിവസം 72 kg ഒരു കൊല കൊത്തിയത്. ഇത് അങ്ങനെ വേണ്ട, ഒരു വർഷം ആകുമ്പോഴത്തേക്കും കൊലയായില്ലേ. അതെല്ലാം ഇതാ മൂവാണ്ടനാ. അത് ഫുള്ള് കായായിരുന്നു ഈ വർഷം. ഫുള്ള് കൃഷി തന്നെയല്ല പരിപാടി. അതെ അതെ. അത് വണ്ടിന്റെ പോലെയാട്ടോ. കോഴിയുണ്ട്, എല്ലാ സംഗതിയും ഉണ്ട് ഇവിടെ. എല്ലാ വക കൃഷിയുണ്ട്. മഴയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, കാലാവസ്ഥ മാറിയത്. ഇങ്ങോട്ടെല്ലാം പച്ചക്കറിയാണ്. പച്ചക്കറി കഴിഞ്ഞു. ഇത് ഞങ്ങൾ ഈ പച്ചക്കറി ഒന്നും വില കൊടുത്ത് മേടിക്കാറില്ല. ബാക്കി ഇടയ്ക്കവിടെ പൂക്കൃഷി. ഇത് ഫൈറ്റർ കോഴിയാണോ പോയത്? ഫൈറ്റർ കോഴിയാ പോയത്. ഇതുണ്ടല്ലോ, അത് ഫൈറ്റർ കോഴി. ഇത് കണ്ട ടിഷ്യൂ കൾച്ചറാ വാഴ. ഇത് സ്വർണ്ണമുഖി എന്നാ അതിന്റെ പേര്. പിന്നെ പന്നേറ് 1 മുതൽ 10 വരെ ഇവിടെ ഉണ്ട് തൈകള്.
എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? ജീവിതമൊന്നും കുഴപ്പമില്ല, നല്ല ജീവിതമല്ലേ, നല്ല എല്ലാം വില കുറവല്ലേ, ചിലവ് കുറവ്, സർക്കാർ നല്ല ഫ്രീ തരുന്നു. ഇതാ അസോള കണ്ടോ, ഇതെല്ലാം വാരി വാരി കോഴിക്ക് ഇട്ട് കൊടുക്കുന്ന, കോഴിക്ക് അസോളയാണ് ആ കിടക്കുന്നത് കണ്ടോ. ഇങ്ങോട്ടൊക്കെ ഫുള്ള് പൈനാപ്പിൾ തന്നെ വെച്ചു അല്ലേ? ആ എല്ലാം ഫുള്ള് പൈനാപ്പിളാണ്. പൈനാപ്പിളും കവുങ്ങും കൂടിയാണ് വെച്ചു. ആ ഇത് ബാരലിലെ കണ്ടോ, ഈ വർഷം ഇതായാലും ഒരു മാങ്ങ ഉണ്ടായതാ. ഇതേലോ? ആ ഇത് നിങ്ങൾ ഇത് ചെയ്യുന്നതാ? അതെ അതെ. ഇത് കണ്ടോ, കൊട വേണ്ട, ഇത് കണ്ടോ, അരക്കില്ലാത്ത പ്ലാവ്, അരക്കുണ്ടാവുമല്ലോ അതിൽ. ആ കണ്ടോ സപ്പോട്ടക്ക. ആ ഇതെല്ലാം കേരളം 2000 രൂപ വിലയുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ നിങ്ങൾ, എന്താണെന്ന് അടുത്തുനിന്ന് ഒപ്പിയെടുക്ക് കണ്ടോ. ഇത് വിദേശിയല്ല, സ്വദേശിയാണ് കണ്ടോ. ഈ 360 ദിവസം ഉണ്ടാവും കണ്ടോ. സപ്പോട്ട 365 ദിവസം. ഇപ്പം ഇത് പഴുത്ത് തീരാറാകുമ്പോൾ അടുത്തതായി കണ്ടോ. അത് എങ്ങനെയാണെന്ന് അറിയില്ല, കേരളത്തിലെങ്കിലും ഉണ്ടാവുമല്ലോ. അത് കണ്ടോ അടുത്തതായി കണ്ടോ. ഇത് തീരുമ്പോൾ അടുത്തത് ഇതായി, അടുത്ത പിന്നായി, ഇങ്ങനെ 365 ദിവസം ഉണ്ടാവും. പിന്നെ ഈ ചെടികൾ കണ്ടോ, പൂവുകളെ ചെടികൾ ചെടികളായിട്ടും പച്ചക്കറികളായിട്ടും എല്ലാ സംഭവവും ഉണ്ട്. ഇടയ്ക്ക് നല്ലൊരു മഴ അല്ലേ? അല്ല വെള്ളത്തിനൊക്കെ എങ്ങനെയാ? ഇത് കിണറൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതന്നെ ഇവിടെ എല്ലാം കണ്ടല്ലേ, കിണറ് വെള്ളം മുകളിലല്ലേ, ഇതല്ല തൊട്ട് വെള്ളം കണ്ടോ. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതെ അതെ, വെള്ളത്തിന് ക്ഷാമൊന്നുമില്ലല്ലോ ഒരിടത്ത് ക്ഷാമമില്ല. വെറൈറ്റിയാണ്, ഓട് വെച്ചാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. അതിന്റെ കുന്താലം നോക്ക്, ഓടും കൊണ്ടാണ്. ഇത് പനിക്കൂർക്കായ മരുന്ന്, കുറേ മരുന്ന് സാധനങ്ങളുണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ തിരികെങ്കിലും ഇങ്ങോട്ട് നോക്കിയാൽ മതി. തുളസി മരുന്നിൻ്റെ കുറേ ഉണ്ട് ഐറ്റംസ്. ആ ഇങ്ങോട്ട് അയ്യോ, ഇത് ആമ്പല് കണ്ടോ, ആമ്പൽ ആമ്പൽ കണ്ടോ, ആമ്പൽ കണ്ടോ. അത് ആമ്പല്, വെളുത്ത ആമ്പല്. ഇത് വയലറ്റ് കണ്ടോ, ഇത് അസോള. ഇത് കോഴിക്ക് കൊടുക്കാനാ? ഇത് കോഴിക്ക് കൊടുക്കാം, ഇത് വാരി വാരി ഇട്ട് കോഴിക്ക് കൊടുക്കും. അത് 400 ചില്ലറ ബിയർ കുപ്പി ഉണ്ട് അതിന്റെ മുകളിൽ. അതെ, ആ ഓട് എൻ്റെ അടി കാണിക്കുക, സിമെന്റ് ഇല്ലാതെ കെട്ടിയേക്കുന്ന ഓട്, അടുക്കിയിട്ട് കെട്ടിയേക്കുന്ന ഓട് ഇതിന്റെ അടിയിലാ. അതെ അടി, ആ ഓടിന്റെ ഈ ഇതില്ലേ മുകളിലോട്ടുള്ള, മുകളിൽ കാണിച്ചു കൊടുത്തേ, മുകളിൽ കേട്ടോ. ആ ആ ഇതെല്ലാം ഓടും കൊണ്ടുള്ള പരിപാടിയാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം. ഇവിടെ പിന്നെ ഈ ചട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കിയുള്ള ചട്ടികളില്ല, ഓടും കൊണ്ടാണ് ചട്ടികൾ ഉണ്ടാക്കുന്നത്. ഒരു ചട്ടിക്ക് 400 രൂപ, 350-400 കൊടുക്കണം. ഇത് നമ്മുടെ ക്ലാസ് അക്വേറിയം. ഇതെന്താ, അതായത് സ്ഥലങ്ങളൊന്നും വേസ്റ്റ് ആക്കണില്ല, ഒരു സ്ഥലവും വേസ്റ്റ് ആക്കൂല. ഇത് ക്രിസ്മസ് ചെയ്യുന്ന ഇത് ഇല പോയിട്ട് ഫുള്ള് പൂവാക്കി 6 മാസം ഇതിൽ പൂവുണ്ടാവും കണ്ടോ. ഇത് 365 ദിവസം പൂവാവും. ഇപ്പം അത് കട്ട് ചെയ്തിട്ട് വേറെ ഇത് 365 ദിവസം ഉണ്ടാവും. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നല്ല അടക്കാത്തായി പാകി എടുക്കുക. അടക്കാത്തായി ഇവിടെ നല്ല തോട്ടത്തിൽ പോയിട്ട് എടുക്കും, നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട തോട്ടത്തിൽ പോയിട്ട് എടുത്തിട്ടാണ് അടക്കാത്തായി ചെയ്യുന്നത്. അടക്കാത്തായി ഈ നമ്മൾ പിന്നെ സെയിലാക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഈ ഫാനിൻ്റെ കണ്ടോ, ഫാനിൻ്റെ അടിയാണ് കണ്ടോ. ഫാന് കേട് വരുന്ന ഫാൻ പോയിട്ട് തൂക്കിട്ട് പിടിക്കും. നോക്കണേ, കറണ്ട് ഉണ്ട്, മഴയുള്ളതുണ്ട്. കുഞ്ഞിനെ അതാ അവിടെ ബാക്കോട്ടുണ്ടോ. ഇത് ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റി പൂവാണിത്. ഇത് വൈറ്റ് കണ്ടോ, ഇതായില്ല, നാളെ ഉള്ളൂ. ഇത് വയലറ്റും വെള്ളം കൂടി ചേർന്ന് കണ്ടോ. ഇങ്ങോട്ട് അടുത്തെടുത്തോ, ഞാനത് ഇങ്ങനെ കണ്ടോ. വൈറ്റിന് പൂവില്ല ഇന്ന്, എല്ലാ ദിവസവും പൂവുണ്ട്. ഇത് വയലറ്റ് കണ്ടോ കണ്ടോ.
ഇതിന് അത് തന്നെ, പക്ഷെ ഇത് ഒരു ദിവസം കഴിയുമ്പോൾ ഇതിന്റെ നിറം മാറും. അതിലേറെ വെറൈറ്റി വേറെ സംഭവം കണ്ടോ ഈ ചെടിച്ചട്ടി. ചെടിച്ചട്ടി എന്താന്ന് പറയാമോ? ചെടിച്ചട്ടി മരമാണോ? ഇത് അല്ല, എനിക്കറിയത്തില്ല. ഇതാ നോക്ക്, ഇതെന്താ ചെടിച്ചട്ടി നോക്ക്. ഇത് മരത്തടിയാണ്, അത് ചെടിച്ചട്ടി ആക്കി എടുത്തേക്കാണ് കേട്ടോ. അടാ പിന്നെ ഇവിടെ ചെടികൾ നട്ടേ കണ്ടോ, ഓട് വെച്ചിട്ടാണ് ഈ ചെടിച്ചട്ടികളെല്ലാം ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ നോക്കി, അത് ബീറ് അത് ഞാൻ പണ്ട് പറഞ്ഞ ബാബൂസ്. ഇതിലാ ടിഷ്യൂ കൾച്ചർ വരുന്നത് കേട്ടോ, വാഴ വരുന്നതാ ഇതിലാ. ഇതിൽ ഇത്ര ഉണ്ട്, അതേ ഉള്ളൂ. അത് പാക്കറ്റ് വെച്ച് വലുപ്പാക്കുന്ന. ഇതാണ് സർപ്പപ്പോള എന്ന് പറയുന്നത്. ഇത് സർപ്പപ്പോള. ഇതിന്റെ 18 വെറൈറ്റി ഉണ്ട്. അതിൽ ഇവിടെ 16 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 16 തോന്നുന്നു. ഇത് കണ്ടോ, ഇതിന്റെ 16 വെറൈറ്റി ഉണ്ട് ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങോട്ട് വാ. ഇപ്പൊ ഞുറുങ്ങിയെടുത്തില്ല അവിടെ. മുരിങ്ങക്കാട് രണ്ടാമത്തെ വെറൈറ്റിയാണ്. ഇച്ചിരി തടിച്ചതാണ് അവിടെ കേട്ടോ. മുരിങ്ങ അതിൽ ഇച്ചിരി തടിച്ചത് അവിടെ ഉണ്ട്. മുരിങ്ങയുടെ ചെടിയാണ്, പക്ഷെ മുരിങ്ങക്ക പോലെ തന്നെ ഇരിക്കും. മുരിങ്ങാപ്പൊക്ക പോണൊക്കെ അവിടെ ഉണ്ട്. എടുക്കണോ? ചട്ടിയിൽ ഭയങ്കര വെയിറ്റാ കേട്ടോ. ഇവിടുന്ന് കിട്ടുമോ? ഇവിടുന്ന് അത്ര ദൂരം കിട്ടില്ല. എന്നാ അത് കാണിക്കണം, ജനങ്ങളൊക്കെ അറിയണം ഇത് മുരിങ്ങ. ഇതാ കണ്ടോ, ഇത് ചട്ടി ഫുള്ള് നിറഞ്ഞു വരും. ഇതിപ്പം ഇത് വന്നിട്ടേ ഉള്ളൂ, ആയിട്ടേ ഉള്ളൂ. ഇതെല്ലാം ചെടികളാണ്. ഒരു ദിവസം പൂവ്. ഇതൊരു പ്രത്യേക ചെടിയാണ് ഇവിടെ ഈ കർണാടകത്തിലെ. എന്നും പൂ വരും, അത് വെച്ചിട്ടേ ഉള്ളൂ. എന്നും പൂവുണ്ട്. വൈറ്റും വയലറ്റും ഉണ്ട് ഇവിടെ. പാർക്കൊടി നിന്നെ ഇതുണ്ടോ സർപ്പപ്പോള. അല്ലെങ്കിൽ കേരളത്തിൽ മലയാളത്തിൽ ചില പഴയ ആൾക്കാർ പറഞ്ഞ അമ്മായിമ്മയുടെ നാക്ക് കണ്ടോ. എൻ്റെ അമ്മായിമ്മയുടെ അല്ല, ഏതമ്മായിമെന്ന് ഞാൻ പറയുന്നില്ല. ഇതതിൻ്റെ വെറൈറ്റി കുള്ളൻ. ഇതിൻ്റെ തന്നെ ഈ ടൈപ്പും ഉണ്ട്. ഇത് കണ്ടോ, കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്ന എങ്ങനെ, അങ്ങനെ കൊടുക്കുന്നതാ. ഇതിങ്ങനെ ആവുന്നതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞേ. ഇത് രഹസ്യമല്ല. ഇതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ ഇതിലിട്ടേക്കുന്ന കണ്ടില്ലേ, വെട്ടുകല്ലേ ഇങ്ങനെ പൊടിച്ച് പിന്നെ കരി മജ്ജ എന്ന് പറയും ഇവിടെ കർണാടകത്തിലെ മജ്ജ പൊടിച്ചിട്ട് കുറച്ച് പൊടിയാക്കിയിട്ട് വെള്ളം പൊടി അങ്ങ് ഒഴിച്ച് ഇട്ടിച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ മൊത്തത്തൊണ്ട് ഉള്ളീൻ്റെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേസ്റ്റ്. ഇവനങ്ങനെ എങ്ങനെ ഇതിവിടെ 2-3 ലീഫ് ഉണ്ടായിരുന്നില്ലേ, കട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ. ഓരോരുത്തർ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നത്. മുഖത്തിടാനും ചിലർ എണ്ണ കാച്ചാൻ തലമുടി യൂസാക്കും. പിന്നെ ഇത് നിലകുലാതി എന്ന് പറയും കർണാടകത്തിലെ. നമ്മുടെ കേരളത്തിൽ 10 മണി എന്ന് പറയും. 10 മണി പൂവുണ്ട് ഇവിടെ. ഇപ്പം എല്ലാം കഴിഞ്ഞില്ല, മഴക്കാലമായില്ല. ഇത് കണ്ടോ, ഇത് PVC പൈപ്പിൻ്റെ മുകളിലാണ് പിടിപ്പിച്ചേക്കുന്നത്. കണ്ടോ, PVC പൈപ്പ്. ഇത് മരമാണ്. ഇത് അത് മരത്തന്നെ, മരം കട്ട് ചെയ്തിട്ട്. ഇവിടെ എല്ലാ മരം കട്ട് ചെയ്യുന്ന കരകാസൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റിയാണ് കണ്ടോ. അതിൻ്റെ സർവപ്പോളൻ്റെ തന്നെ ഒരു വെറൈറ്റി. ഇത് കണ്ടോ, ഇതിങ്ങനെ വള്ളി പോലെ വന്ന് തൂങ്ങി ചെടി തന്നെ. ഇത് നമ്മുടെ എന്ത് വില്ല, ബോഗൻവില്ലയുണ്ട്. അത് അടുത്ത വർഷം പൂവാവും. ഇത് നമ്മുടെ നിത്യകല്യാണി എന്ന് പറയും. ഈ നിത്യകല്യാണി ഉപയോഗിച്ചിട്ടാണ് ഷുഗറുകാർക്ക് മരുന്നുണ്ടാക്കുന്നത്. അറിയാവത്? അതെന്താണെന്ന് അറിയില്ല, അത് സമൂലമാണെന്നറിയില്ല. ഇതൊക്കെ വലിയ കമ്പനിക്കാർ തോട്ടം പിടിപ്പിച്ചിട്ട് അതിലാണ് ഷുഗറുകാർക്കല്ല BP-ക്ക് ഗുളി ഉണ്ടാക്കുന്നത്. തെറ്റിപ്പോതായിരിക്കും BP-ക്ക് ഗുളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ്. അതിൻ്റെ കളർ 3 കളർ ഇവിടെ ഉണ്ട്, 3-4 ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ചുവപ്പ്, ഇതൊരു വൈറ്റാണ്. ഉണ്ട് 5 കളറുണ്ട്. അതിലൊരു 3 ഉണ്ട്, 5 കളർ ഉണ്ട് ഇവിടെ. അത് ആയി വരുന്നേ ഉള്ളൂ എല്ലാം. ഇനി ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇതെല്ലാം. അതൊരു ചേമ്പാണ്. അത് ഇവിടെ ഈ നാട്ടുകാർ അതിന്റെ വേര് എടുത്തിട്ട് കറി വെക്കുന്ന. അതെ, അത് നല്ല ഇലയിലും വെള്ളം ഇല്ലെങ്കിലും നിൽക്കുന്നു. ചേമ്പ് അത് ഒലിച്ചിറങ്ങിയ സാരം എന്നാ ടൗല് വേണോ? അത് കുഴപ്പമില്ല. ഈ വലിയ പട്ടറിന്റെ പൊട്ട്
ദാ, ഇത് ഇത് മാത്രമേ കായ്ച്ചുള്ളൂ. അവിടെ കാച്ച അത് പോയി, അത് എങ്ങനെയാണ് പൊഴിഞ്ഞു പോയി. ഇതാ ഒന്ന് ചോലയല്ലായിരുന്നു. ഇത് കണ്ടോ, ഇതാ ഇതിന്റെ തുടക്കം കണ്ടോ, കണ്ടോ കാ വരുന്നുണ്ടോ. അവിടെ ഉണ്ടായിരുന്നു, അങ്ങേ സൈഡിലുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കായ പിടിച്ച് വരുന്നുണ്ടല്ലേ അത്? ഇത് ഇതിന് കായ കിട്ടിയോ? കാ പൊഴിഞ്ഞു പോയത്. അത് ഇവിടെ എല്ലാം ചോലയല്ലേ, ഇത് റബ്ബറല്ലേ, ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം, എല്ലാം കൊത്തിയില്ലേ. ചോലയില് ആവൂല ഇത്. ഇതാണ് നമ്മുടെ അടുക്കള കിച്ചൺ. ഇത് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടല്ലേ? അതെ അതെ. ഇത് നിങ്ങൾ ഒരു തെങ്ങൻ തൈക്ക് കൃഷിയാണോ? അല്ല, ഇത് നമ്മുടെ മിസ്സിന്റെ ആളെ കാണണോ? ആളെ ഇങ്ങോട്ട് അവരുടെ ഇത് കണ്ടോ, അത് അവരുടെയാണ് പച്ചക്കറി. അത് ഓടയിലാണ് ഇതിന്റെ എല്ലാം കൊടുത്തേക്കുന്നത് കേട്ടോ. ഓടയിലുള്ള കളിയേ ഉള്ളൂ, അല്ലാത്തൊരു കളിയില്ല കേട്ടോ. ഇതാവുമ്പോ വേറെ കാര്യമുണ്ട്, മണ്ണൊലിച്ചു പോകുന്നില്ല. മണ്ണൊലിച്ചു പോലെ ഇടുന്ന വളം അവിടെ കിടക്കും കേട്ടോ. ഇതാണ് വേറെ സംഭവം നോക്കി, കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതാ ഇത് കണ്ടോ, അത് കോൺക്രീറ്റ് ഒക്കെ ആക്കി കൊടുക്കുന്ന ഞാനാ. ഇത് കണ്ടോ, ഇത് വലിയ ഇവിടുത്തെ ഇതാ വലിയ ഇത്ര വഴുതന കേട്ടോ. ബദന ഉണ്ട ബദന. ഇതാണ് കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന ടീൻ്റെ കൂടി തെങ്ങും തൈ. ഇപ്പൊ 10 കൈയായി. എന്റെ ജീവിതത്തിൽ ഞാൻ 7 കൂടുതൽ കണ്ടിട്ടുള്ളൂ, 7, 8 കണ്ടിട്ടുള്ളൂ. ഇത് 10 ആയി കേട്ടോ. 10 കൈ. കാസർഗോഡ് പീലിക്കോട്. ഓറഞ്ച് അത് ഓറഞ്ച് നമ്മുടെ കേട്ടോ. അത് നമ്മള് നട്ടു കൊടുത്ത ഓറഞ്ച്. അത് പൂവുണ്ടായിരുന്നു, അടുത്ത വർഷത്തേക്ക് നല്ല ഇതാവും. കപ്പളം വേണോ? നോക്കണ്ടോ, ഇവിടെ പൈസ ഇല്ല. വേര് പിടിപ്പിക്കുന്നതാണ്, എന്താ കൂടെല്ലാം കെട്ടി മണ്ണെല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. അത് വേര് പിടിപ്പിച്ച എടുത്ത ചട്ടിയിലുണ്ടായിരുന്നു, പോയി അത്. അത് വേര് പരീക്ഷണങ്ങളാണ് കേട്ടോ. അത് വേര് പിടിപ്പിച്ചെടുത്താ അത്. ആ ചട്ടിയിൽ ഉണ്ടായിരുന്നു, കുറച്ചു കാലം ഉണ്ടായിരുന്നു. പഴുത്ത് ഞങ്ങള് കായെല്ലാം പറിച്ചല്ലേ. വെള്ളത്തിന് ഇത് പഞ്ചായത്ത് അത് സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഇതാ. വെള്ളം വരാൻ തുടങ്ങിയില്ല, വന്ന് നമുക്ക് വെള്ളം കിട്ടില്ല. ഇത് അതിട്ടിട്ട് 6 മാസമേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അത്, മോഡി സർക്കാർ ഇട്ട് നിൽക്കുന്നതാണ്. വേറൊരു വെറൈറ്റി ഉണ്ട്, നമ്മൾ ഇതുവരെ അത്. പക്ഷെ നിങ്ങൾ ആദ്യം ഇടുക്കിക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടുക്കിയിലാണ് ഉള്ളത്. അല്ല, ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ആയിട്ടുണ്ട്. എന്നാലും എന്താ കാണിച്ചു തരാം. ഇവിടെ ഈ കുരുമുളക് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്നു. കയ്യിലെടുക്ക് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ തിരിയിട്ട് വരുന്നേ ഉള്ളു, കായായിട്ടില്ല. ഇതിന്റെ പ്രത്യേകത അല്ല, ഇത് തന്നെ പ്രത്യേകത. ഒന്നിന് ഒരു 10 ഇത് വരും. അങ്ങ് മുകളിലോട്ടെടുത്ത മുകളിൽ എത്ര അടി ഹൈറ്റിൽ പോയി നോക്കി. എത്ര അടി ഉണ്ട്? ഒരു 25 അടിയില്ലേ ഫുള്ള്. ഇത് നട്ടിട്ട് 4 കൊല്ലം ആയി, 4 വർഷമായി. അത്യാവശ്യം നല്ല കായ കിട്ടും. നല്ല തെക്കൻ വണ്ണ. ഇതെന്നാണോ കൂടുതൽ വിളവ് കിട്ടുന്നതോ മറ്റേതിന്നാണോ നമുക്ക് കൂടുതൽ? അല്ല, ഇത് കരിമുണ്ടയുടെ ഒരു വെറൈറ്റിയാണ് വരുന്നത്. അത് നമുക്ക് കാലാവസ്ഥ ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇടമൂഞ്ചി കുരുമുളകിന് രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ രക്ഷയില്ല. ഇത് തിരിയിട്ട് കഴിഞ്ഞാൽ നല്ല തോരാതെ മഴ പെയ്താൽ മാത്രമേ ഇതിന് പരാണം നടക്കുള്ളൂ. അതറിയോ? മുകളിൽ ഇങ്ങനെ ഈ പരാണത്തിൽ കൂടെ വെള്ളത്തിൽ കൂടിയാണ് ഇതിന്റെ ബീജം വന്നിട്ട് തിരിയിടുന്നത്. ഈ വർഷം കാലാവസ്ഥ പോക്കല്ലേ. ഇപ്പുറത്തെ ഇതോ? ഇത് പന്നിയൂർ വണ്ണ്. പന്നിയൂർ വണ്ണ് വരെ 10 വരെ ഇവിടെ ഉണ്ട്. 10 ആയിട്ടില്ല, വണ്ണ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് PC പൈപ്പിലിടും. അതെല്ലാം വേര് പിടിക്കുക, കണ്ണിത്തല ചട്ടിയിൽ നടാൻ വേണ്ടിട്ട്. അതെ, മണ്ണുകൊണ്ട് വെള്ളമുണ്ട്. പരീക്ഷണങ്ങളും ഉണ്ട് ഈ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുമ്പോ അതിന്റെ ഒക്കെ കൂടെ എല്ലാത്തേനും പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അത് എനിക്ക് അത് കൊട്ടിയിരുന്നല്ലേ കിട്ടിയത്. അത് കൊള്ളുപ്രിയം ഗ്രാഫ്റ്റില് ഇപ്പൊ കൊട്ടിയൂർ ആരോ ചെയ്യുന്നുണ്ട്. ഭയങ്കര അന്നൊന്നും അത്ര ഡിമാൻഡും ഇല്ല. പിന്നെ നമുക്കത് വിജയിക്കുന്ന കേസ് കേട്ടല്ല. അത് വേറെ 1-2 ചട്ടി വീട്ടിൽ വെക്കാന്നല്ലാതെ അത് കൊടി നടാനോ പുറത്ത് നടാനോ ഒന്നും ആവൂല. അന്ന് ഞാനിത് പറഞ്ഞപ്പം അന്ന് പേപ്പറൊക്കെ ഉള്ളൂ, മനോരമ പേപ്പർ, മാധവും വിദേശാമയിലും ഒക്കെ എടുത്തായിരുന്നു. അന്ന് അവരോട് പറയുമ്പോ അവർ പറഞ്ഞു മിണ്ടാൻ നിൽക്കട്ടെന്ന് പറഞ്ഞു. ഒരേക്കർ സ്ഥലത്തിന് എത്ര വില വരും?